നമ്മുടെ സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ നടക്കുകയാണ്. ഏതാണ്ട് 535ഓളം വില്ലേജുകളിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ 342 വില്ലേജുകളിൽ ഇത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൂർത്തീകരിച്ച് വരുമ്പോൾ 60 ലക്ഷം ലാൻഡ് പാർസൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയും ഇപ്പൊ കവർ ചെയ്ത 60 ലക്ഷം പാർസലാണ്. അപ്പോൾ ഇതില് 50% അധിക ഭൂമി കണ്ടെത്തി. അതായത് ഈ ഒരു ഭൂമി ഉടമയുടെ പ്രകാരമുള്ള ഭൂമിയുടെ അടുത്ത് കിടക്കുന്ന ഭൂമി കൂടി ഇവർക്ക് പതിച്ചു നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ളത് ഒരു പുറമ്പോക്ക് അതല്ലെങ്കിൽ റവന്യൂ ഭൂമിയൊക്കെ ആയിക്കൂടെ? സർക്കാരിന്റെ ഭൂമി അങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ, അതായത് കുറെ നാളുകളായിട്ട് തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന ഭൂമിയൊക്കെ ഉണ്ടാവും. അതിന് അവകാശികളുണ്ടാകാം. അവകാശികളില്ലാത്ത ഭൂമി സ്വാഭാവികമായും നമ്മുടെ നാട്ടില് സർക്കാരിൻ്റെതാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ അത് സർക്കാരിനും ഭൂമി നഷ്ടപ്പെടില്ലേ? അത് മാത്രമല്ല, ഈ പോക്കുവരവൊന്നും ചെയ്യാതിട്ടിരിക്കുന്ന ഭൂമികൾ അതിന്റെ കൂടെ പോകുമോ എന്നൊക്കെ ഉള്ള ഭയമുണ്ടായിരിക്കും. വിദേശത്തൊക്കെ ഉള്ളവരുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഭൂമി പോവുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഇതിൽ ഇപ്പോഴത്തെ ഒരു പുതിയ ബില്ലാണത്. അതായത് പ്രമാണപ്രകാരമുള്ള ഭൂമിയോടൊപ്പം ചേർന്ന് കിടക്കുന്ന, കൈവശക്കാരന് അനുഭവിച്ചു വരുന്ന ഭൂമിയോടൊപ്പം ചേർന്ന് കിടക്കുന്ന പ്രമാണമില്ലാത്ത ഇതുകൂടെ പതിച്ചു കൊടുക്കുന്നതാണ് ഈ സംസ്ഥാനത്തിൻ്റെ പുതിയ ബില്ല്. ഉടമസ്ഥാരേഖ ഇല്ലാതെ കിടക്കുന്ന ഭൂമിയാണെങ്കിൽ മാത്രമേ അങ്ങനെ പോവുകയുള്ളൂ. അപ്പോൾ ഡിജിറ്റൽ സർവേയിൽ ഇതിൻ്റെ പ്രാധാന്യം, ഡിജിറ്റൽ സർവേയിലാണ് ഇതിൻ്റെ ശരിക്കും ചെയ്തു വന്നപ്പോഴാണ് സർക്കാരിന് ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്നുള്ളത് മനസ്സിലായത്. അത് ഡിജിറ്റൽ സർവേ ശരിയായിട്ടുള്ള അർത്ഥത്തിൽ ഫലവത്താകാൻ ഇത് അനിവാര്യതയാണെന്നും സർക്കാർ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതായത് സർക്കാർ ഭൂമി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ അധിക ഭൂമി ക്രമീകരിച്ച് നൽകുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സർക്കാർ ഭൂമി ഒരിക്കലും പോവില്ല. അങ്ങനെയാണെങ്കിൽ ഈ ബില്ല് കൊണ്ട് ദോഷമല്ലേ ഉണ്ടാവുകയുള്ളൂ. മൊത്തത്തിൽ അങ്ങനെ ഉണ്ടാകില്ല. ഒരിക്കലും സർക്കാർ ഭൂമി ഒരു വ്യക്തിയുടേതായിട്ട് മാറില്ല. അത് സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ അവർ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഈ ബില്ല് എന്താണ്, അത് ഈ ബില്ലിൽ തന്നെ ഉള്ള ഒരു ക്ലോസാണ്, സർക്കാർ ഭൂമി ഇങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത്. പിന്നെ മറ്റൊരു ഭൂവുടമയുടെയും ഭൂമി നഷ്ടപ്പെടില്ല എന്നുള്ളതും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇവർ പോകുന്നത്. സംസ്ഥാനത്തൊരു സമഗ്ര സെറ്റിൽമെൻറ്റ് ആക്ട് നടപ്പാക്കുക എന്നൊരു ലക്ഷ്യമാണ് ഈ ബില്ല് കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. 2025 കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി സംബന്ധിച്ചിട്ടുള്ള ബില്ലാണ് ഇത്. അതായത് അധിക ഭൂമി കണ്ടെത്തുന്നു. അപ്പോൾ ഇത് പഴയ 2022 നവംബർ 1 ഔദ്യോഗികമായിട്ട് സർവേ നടപടികൾ ആരംഭിച്ചെങ്കിലും 2023 സെപ്റ്റംബറോട് കൂടി മാത്രമാണിത് സജ്ജീകരണങ്ങളോടുകൂടി ആരംഭിക്കാൻ കഴിഞ്ഞത്, ഫീൽഡ് സർവേ ആരംഭിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ 2 വർഷം കൊണ്ട് കേരളത്തിലെ ഈ പറയുന്ന, ചേച്ചി പറഞ്ഞില്ല, 535 വില്ലേജുകളിൽ 342 വില്ലേജുകളിലെ സർവേ നടപടികളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പം ഈ 60,62,108 ലാൻഡ് പാർസലുകൾ എണ്ണം പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടെന്ന് 60 ലക്ഷത്തിൽ കൃത്യമായി 60,62,108 ലാൻഡ് പാർസലുകളിലാണ് സർവേ പൂർത്തിയായിട്ടുള്ളത്. ഇതിൽ 8,28,534 ഹെക്ടർ ഭൂമി നാളിതുവരെ അളന്നു കഴിഞ്ഞു. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വനപ്രദേശം കഴിച്ചിട്ടുള്ള വിസ്തൃതിയുടെ 1/4 ഇപ്പോൾ സർവേ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1/4 ഭാഗമേ ഇപ്പോഴും കവറായിട്ടുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡിജിറ്റൽ സർവേ വഴി ലഭ്യമാകുന്ന സർവേ റെക്കോർഡുകൾ കേരളത്തിൻ്റെ ഭാവി വികസനത്തിനും ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ആദ്യപടിയാണ് ഇന്നലെ അവതരിപ്പിച്ച സെറ്റിൽമെൻറ്റ് ആക്ട്. അതായത് 60 ലക്ഷത്തിലധികം ലാൻഡ് പാർസലുകൾ സർവേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ പകുതിയിലധികം ഭൂമിയിലും ആധാരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ വിസ്തീർണം കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ചങ്ങല, ടേപ്പ് തുടങ്ങിയ പരമ്പരാഗത രീതി അനുസരിച്ചിട്ടല്ല, സംവിധാനങ്ങളിൽ നിന്ന് മാറി പുതിയ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞത്. യഥാർത്ഥ കൈവശം എത്ര, അതിന് അധികം എത്ര എന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. പുതിയ സർവേ റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്താനായ ഈ ഒരു അധിക ഭൂമിയെ ചൊല്ലിയാണ് ഇപ്പോൾ ആശങ്കകളും ചോദ്യങ്ങളും ഒക്കെ വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ നിയമം വരുന്നത്. ഡിജിറ്റൽ സർവേ രേഖകൾ ജനങ്ങൾക്കും സംസ്ഥാനത്തിനും ഒരുപോലെ പ്രയോജനമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്ന ഭാഗമായിട്ടാണ് സെറ്റിൽമെൻറ്റ് ആക്ട് ഇന്നലെ അവതരിപ്പിച്ചത്. അത് റവന്യൂ മന്ത്രി കെ രാജനാണ് അറിയിച്ചത്. ഇതുവരെ സർവേ നടത്തിയ 60 ലക്ഷം ലാൻഡ് പാർസലുകളിൽ 50%-ലധികം ഭൂമിയിൽ ഈ പറയുന്ന അധിക ഭൂമി എന്ന് പറയുന്നത് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭൂമി ദീർഘകാലമായിട്ട് പ്രമാണപ്രകാരമുള്ള ഭൂമിയോടൊപ്പം ചേർന്ന് കിടക്കുന്ന, കൈവശക്കാരൻ അനുഭവിച്ചു വരുന്ന ഭൂമിയാണ്. അതിന് രേഖകളും കാണില്ല. ആ ഭൂമിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ സർവേയുടെ കൃത്യത മൂലമാണ് വ്യക്തമായ അതിരിനുള്ളിൽ കൂടുതൽ വിസ്തീർണമുണ്ടെന്നുള്ളത് കണ്ടെത്തിയത്. അതിനുള്ളിൽ തന്നെയാണ് ഇത് വരുന്നത്.
ഇതിപ്പോൾ പഴയ ടേപ്പും ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്തിരുന്നെങ്കിൽ ഇത് കണ്ടെത്താൻ കഴിയില്ലായിരുന്നു. അപ്പോൾ അധിക വിസ്തീർണത്തിന് ഉടമസ്ഥതയുള്ള ഭൂമിയോടൊപ്പം ചേർത്ത് കരമൊടുക്കുവാൻ അനുവാദം നൽകിക്കൊണ്ട് ഇതിനകം സർക്കാർ ഉത്തരവ് നൽകി കഴിഞ്ഞു. അതും കൂടെ ചേർത്തിട്ട് അധിക ഭൂമിയും കൂടെ ഇവരിലേക്ക് ചേർത്തിട്ട് അതിനും കൂടെ കരമൊടുക്കാനുള്ള ഒരു സൗകര്യം കൂടെ ഒരുക്കിക്കൊണ്ടാണ് സർക്കാർ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇത്തരം അധിക വിസ്തീർണത്തിന് ഉടമസ്ഥതാ രേഖ അഥവാ ടൈറ്റിൽ ഇല്ല എന്നുള്ളത് പ്രതിസന്ധിയായിട്ട് മാറി. റവന്യൂ രേഖകളും സർവേ രേഖകളും ഒക്കെ ഉടമസ്ഥതയ്ക്കുള്ള രേഖ അല്ലെന്നും അത് കൈവശത്തിനുള്ള തെളിവ് മാത്രമാണെന്നുമാണ് നിയമം. ടൈറ്റിലും കൈവശവും കൂടിച്ചേരുമ്പോഴാണ് ഉടമസ്ഥത ഉണ്ടാകുന്നത്. ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണ് പുതിയ ബില്ല്. വ്യക്തമായ അതിർത്തികളുള്ള ഭൂമിക്കാണ് ഉടമസ്ഥത നൽകുന്നത്. പ്രമാണപ്രകാരമുള്ള വ്യക്തമായ അതിർത്തിക്കുള്ളിൽ അധിക ഭൂമി കാണുന്ന പക്ഷമാണ് ഉടമസ്ഥത രേഖ നൽകുന്നത്. 1961 സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരമാണ് സർവേ നടത്തി രേഖകൾ തയ്യാറാക്കി കൈമാറുന്നത്. എങ്കിലും ഭൂമിക്ക് ഉടമസ്ഥത നൽകാൻ പ്രസ്തുത നിയമത്തിൽ വ്യവസ്ഥകളില്ല. സർവേ ആൻഡ് ബൗണ്ടറി ആക്ടിൽ ഉദ്ദേശ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഭേദഗതി ആ നിയമത്തിൽ കൊണ്ടുവരാനും കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് പുതിയ നിയമം, അതായത് ഭേദഗതി കൊണ്ടുവരാതെ പുതിയൊരു നിയമനിർമ്മാണത്തിന് തന്നെ സർക്കാർ ഒരുങ്ങിയത്. സംസ്ഥാനത്ത് ഒരു സമഗ്ര സെറ്റിൽമെൻറ്റ് ആക്ട് നടപ്പാക്കുക എന്ന ലക്ഷ്യമാണ് 2025 കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി നവംബർ 1 ഔദ്യോഗികമായി സർവേ നടപടികൾ ആരംഭിച്ചെങ്കിലും 2023 സെപ്റ്റംബറോടുകൂടിയാണ് ഇതിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. കൂടുതൽ വിസ്തീർണം പോക്കുവരവ് നൽകാനൊക്കെ ഇതിനകം സർക്കാർ ഉത്തരവ് നൽകിയിട്ടുണ്ട്. എന്നാൽ റവന്യൂ രേഖകളും സർവേ റെക്കോർഡുകളും ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ചിട്ടുള്ള രേഖകളല്ല എന്ന് സുപ്രീം കോടതി ഉൾപ്പെടെ നിരന്തരം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഇത്തരം രേഖകൾ കൈവശത്തിനുള്ള തെളിവ് മാത്രമാണ്. ഒരു വ്യക്തിക്ക് ഒരു ഭൂമിയിൽ തനിക്കുള്ള അവകാശം മാത്രമേ കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ. അതിപ്പോൾ അനുഭവിക്കാനുള്ള യോഗമാണെങ്കിൽ അതല്ല പൂർണ്ണമായിട്ടുള്ള അവകാശമാണെങ്കിൽ അത്. അപ്പോൾ അത് അംഗീകരിക്കപ്പെട്ട ഒരു നിയമതത്വം കൂടിയാണ്. സർവേയർ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൈമാറ്റം നടന്നാലും അടിസ്ഥാന പ്രമാണത്തിലുള്ള ഭൂമിക്ക് മാത്രമേ ഉടമസ്ഥത ലഭിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് അധിക വിസ്തീർണത്തിന് ഉടമസ്ഥത ലഭിക്കത്തക്ക നിലയിൽ ഒരു സെറ്റിൽമെൻറ്റ് ആക്ട് അനിവാര്യമാണെന്ന് സർക്കാരിന് മനസ്സിലായത്. സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരം ഭൂമിയുടെ ഉടമസ്ഥത നിശ്ചയിച്ച് നൽകാനായിട്ട് കഴിയില്ല. കേരളത്തിൻ്റെ സർവേ സെറ്റിൽമെൻറ്റ് ചരിത്രം പരിശോധിച്ചാലും ഇത്തരത്തിലൊരു നിയമത്തിൻ്റെ അനിവാര്യത നമുക്ക് ബോധ്യമാകും. കേവലം അതിരുകൾ നിശ്ചയിക്കൽ മാത്രമല്ല സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഭൂപരിപാലനത്തിനും സംരക്ഷണത്തിനും ഭാവി വികസനത്തിനും ഉതകുന്ന രീതിയിൽ കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ട ലാൻഡ് റെക്കോർഡുകൾ തയ്യാറാക്കി റവന്യൂ ഭരണത്തിന് കൈമാറി കാര്യക്ഷമമായിട്ടുള്ള റവന്യൂ ഭരണം എന്നതാണ് സർവേ കൊണ്ട് ലക്ഷ്യമിടുന്നത്. കാരണം ഈ ഒരു നാഷണൽ ഹൈവേയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഹൈവേയോ ഒക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന അപ്പോഴാണ് ഈ കൈവശമുള്ള ഭൂമിയെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകുന്നത്. എവിടം വരെയാണ് അവരുടെ ഭൂമി, അവിടെ ഈ പറയുന്ന ഡിജിറ്റൽ സർവേ നടത്താത്തത് കൊണ്ട് പല ആശയക്കുഴപ്പങ്ങളുണ്ടാകും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് കൂടി ഇത് ഉപയോഗപ്പെടും എന്നുള്ളത്. കൃത്യമായി അതിൻ്റെ ഡിജിറ്റൽ രേഖകളുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന പ്രൊസീജിയറുകളൊക്കെ വളരെ സ്മൂത്ത് ആവും, വളരെ എളുപ്പത്തിലാവും. തിരുവിതാംകൂർ പ്രദേശത്ത് ഒറിജിനൽ സർവേ നടന്നത് 1886 മുതൽ 1911 വരെയുള്ള കാലത്താണ്. കേരളമൊക്കെ രൂപീകരിക്കപ്പെടുന്നതിന് എത്രയോ മുൻപാണത്. ഈ സർവേ റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂറിൽ സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് കൊച്ചിയിലും മലബാറിലും സർവേ നടന്നിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട ശേഷം കേരള സംസ്ഥാനം രൂപീകരിച്ച് കാലമായപ്പോഴേക്കും ധാരാളം കൈമാറ്റങ്ങളും ഏറ്റെടുക്കലുകളും പതിവുകളും മൂലം പുതിയൊരു സർവേ സെറ്റിൽമെൻറ്റ് ആവശ്യമായിട്ട് വന്നു. സംസ്ഥാനത്ത് റീസർവേ നടത്താൻ തീരുമാനിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് 610/65 GO/MS 781/65 ആയി പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ഓരോ 30 വർഷം കൂടുമ്പോഴും റീസർവേ നടത്തണമെന്നാണ് പ്രസ്തുത ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും സാമൂഹിക പുരോഗതിക്കും കൃത്യമായ റവന്യൂ രേഖകൾ ഉണ്ടായിരിക്കണം. അടിസ്ഥാനത്തിൽ അനിവാര്യമാണെന്നുള്ളത് അടിസ്ഥാനത്തിൽ ഇത് അനിവാര്യമാണെന്നുള്ള പ്രസ്തുത ഉത്തരവിൽ പറയുന്നുണ്ട്. ഇതിനായി കൃത്യമായ റവന്യൂ രേഖകൾ ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. 3 സ്ക്വയർ മൈൽ 15.7 കോടി രൂപ ചെലവഴിച്ച് 7 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കണമെന്നാണ് ഉത്തരവിലൂടെ നിർദ്ദേശിച്ചത്. 3 സ്ക്വയർ മൈൽ. അപ്പോൾ 1990 വരെയുള്ള കാലയളവിൽ 263 വില്ലേജുകളിലാണ് റീസർവേ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. വീണ്ടും 30 വർഷം കഴിഞ്ഞ് 2020 ആകുമ്പോഴേക്കും സംസ്ഥാനത്തെ റീസർവേ നടത്തിയ വില്ലേജുകളുടെ എണ്ണം 1000-ൽ താഴെയായിരുന്നു. അപ്പോഴേക്കും കേരളത്തിലെ ലാൻഡ് പാർസലുകളുടെ സ്വഭാവവും ഉപയോഗവും ഒക്കെ അപ്പാടെ മാറിക്കഴിഞ്ഞിരുന്നു. പല ഭൂമികളുടെയും നിലവിൽ അതിൻ്റെ എന്താണോ അതിൻ്റെ സ്വഭാവം അത് മാറി. അതായത് ഒരുപക്ഷെ അത് റെസിഡൻഷ്യൽ ലാൻഡ് ആയിരുന്നെങ്കിൽ
അത് ഒരു കമേഴ്ഷ്യൽ ലാൻഡായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പെട്രോൾ പമ്പോ അല്ലെങ്കിൽ ഒരു തടിമില്ലായിട്ടോ അങ്ങനെ മറ്റ് അതിൻ്റെ ഉപയോഗ രീതി അത് മാറി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 1 നൂറ്റാണ്ട് മുമ്പ് തയ്യാറാക്കിയ സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിലാണ് ഭൂമിയുടെ അടിസ്ഥാന രേഖയായിട്ട് ഇപ്പോഴും നാം ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ചുരുങ്ങിയ കാലം കൊണ്ട് സർവേ പൂർത്തീകരിക്കത്തക്ക നിലയിൽ ഡിജിറ്റൽ സർവേ ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇനിയും 2 വർഷം കൂടി എടുത്താൽ, അതായത് ആകെ 4 വർഷം കൊണ്ട്, 2023 ആയിരുന്നല്ലോ, ആകെ 4 വർഷം കൊണ്ട് സർവേ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ മുഴുവൻ വില്ലേജുകളിലും സർവേ പൂർത്തീകരിക്കുന്നത് വരെ കാത്തിരിക്കാതെ ഡിജിറ്റൽ സർവേ രേഖകൾ ജനങ്ങൾക്കും സംസ്ഥാനത്തിനും പ്രയോജനകമായ രീതിയിൽ വിനിയോഗിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്ന ഭാഗമായാണ് സെറ്റിൽമെൻറ്റ് ആക്ട് അവതരിപ്പിക്കുന്നത്. അതായത് പൂർത്തിയായവർക്ക് അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, അത് ഇപ്പോൾ കരമടയ്ക്കാനാണെങ്കിൽ കരമടയ്ക്കാൻ, അതല്ല വിൽക്കാനാണെങ്കിൽ അത്, അങ്ങനെ എന്തിനാണെങ്കിലും അത്തരത്തിൽ പൂർത്തിയാക്കിയവർക്ക്, അതായത് 4 വർഷം ഇത് കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അതിനുവേണ്ടിയാണ് ഇന്നലെ ഈ പറയുന്ന സെറ്റിൽമെൻറ്റ് ആക്ട് തന്നെ ഇന്നലെ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതുവരെ സർവേ നടത്തിയ 60 ലക്ഷം ലാൻഡ് പാർസലുകളിൽ 50% ഭൂമിയിൽ അധിക ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ പറയുന്നത്. ഈ ഭൂമി ദീർഘകാലമായിട്ട് ഈ പ്രകാരം ഉള്ള ഭൂമിയോടൊപ്പം ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ്. അതിലൊട്ടും ഭയം വരേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഭൂമിക്ക് രേഖകൾ കൃത്യമായി ഉണ്ട്. കരമടയ്ക്കുന്ന രേഖകളിലുണ്ടെങ്കിൽ അത് അവിടെ നിങ്ങൾക്ക് അതിൽ സമർപ്പിക്കാവുന്നതാണ്. അത് കൊണ്ട് നിങ്ങളുടെ, അതായത് ഈ പറയുന്ന പുറമ്പോക്കെന്നൊക്കെ നമ്മൾ പറയുന്ന അത്തരത്തിലുള്ള ഭൂമിയുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ സർവേയുടെ കൃത്യത മൂലമാണ് വ്യക്തമായ അതിരിനുള്ളിൽ കൂടുതൽ വിസ്തീർണമുണ്ടെന്ന് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ കണ്ടെത്തിയ അധിക വിസ്തീർണത്തിന് ഉടമസ്ഥതയുള്ള ഭൂമിയോടൊപ്പം ചേർത്ത് കരമൊടുക്കുവാൻ അനുവാദം നൽകിക്കൊണ്ട് ഇതിനകം സർക്കാർ ഉത്തരവ് നൽകി കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.